Welcome back to my YouTube channel. So this is the second day in Bangkok. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ചു, നേരത്തെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് രണ്ട് സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. ഡാമ്യൂൺ സഡൂക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കും മേക്ലോങ് ട്രെയിൻ മാർക്കറ്റിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയിട്ടൊരു സ്കൂട്ടർ എടുത്തു, റെൻറ്റിനെടുത്തതാണ്. അതിന് ഏകദേശം 2000 തായ് ബാത്ത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫുൾ ഡേയിലേക്ക് ഏകദേശം 200 തായ് ബാത്താണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് നേരെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇത് ഡാമ്യൂൺ സഡൂക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം ആദ്യം. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 700 തായ് ബാത്താണ് വരുന്നത്. അത് ഓഫ് സീസണിലായതുകൊണ്ടാണ് ഈ റേറ്റിന്. സീസൺ ടൈം ആണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. അങ്ങനെ നമ്മുടെ ബോട്ട് ക്യാപ്റ്റൻ വന്നു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടി പോയി കഴിയുമ്പോഴേക്കും ഫുൾ മാർക്കറ്റും കാര്യങ്ങളുമാണ്. നമ്മൾ പുറത്തൊരു സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാം ഇവിടെയും ഉണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ബിക്കോസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമുക്ക് പുറത്തൊരു 200 തായ് ബാത്തിന് കിട്ടുന്നത് ഇവിടെ 500 തായ് ബാത്തായിരിക്കും, ബിക്കോസ് അത്രയും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ മാർക്കറ്റിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ ക്യാപ്റ്റൻ കൊണ്ടേ ഡ്രോപ്പ് ചെയ്തു. അതും കൈൻഡ് ഓഫ് ഒരു ചെറിയ മാർക്കറ്റ് പോലെ ആണ്. അപ്പം അവിടെ ചെന്നപ്പം കാണാൻ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. നമുക്കൊരു 20 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കാണുന്നതാണ് ഈ വെൽക്കം ഡ്രിങ്ക്. അത് അവിടെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്ന് അവരിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുള്ള ജേർണി കഴിയാനായി. നമ്മൾ മാർക്കറ്റ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടെ കറങ്ങിയിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ കട്ട് ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഞാനും ഒരു ചെറിയൊരു പാക്ക് ഓഫ് മാംഗോ വാങ്ങി. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളും ഉണ്ട്. അതെനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ബാർഗെയിൻ ചെയ്തൊരു ബാഗ് വാങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് മേക്ലോങ് ട്രെയിൻ മാർക്കറ്റിലാണ്. അങ്ങനെ 3:30ക്കാണ് അടുത്ത ട്രെയിൻ. നമ്മളൊരു 2:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ അവിടെ കൂടെയൊക്കെ നടന്നു, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മളവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പം ടൈമിങ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ രാവിലെ 8:30ക്കും 11:30ക്കും പിന്നെ ഉച്ചയ്ക്ക് 3:30ക്കുമാണ് ട്രെയിൻ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ട്രെയിൻ പോവുക. ഇതിപ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. പക്ഷേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ഈ ഷോപ്പേഴ്സ് എല്ലാം ഈ കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഈ സാധനങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റും. എന്നിട്ട് ഈ വഴി കൂടെയാണ് ട്രെയിൻ പോവുക. അങ്ങനെ ട്രെയിൻ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ആൾക്കാരെല്ലാം മെല്ലെ മെല്ലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങി.
അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. ഏകദേശം 4 o'clock ആയപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ഇറങ്ങിയത് റൊട്ടി ലേഡീനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ തായ്ലൻഡ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു റൊട്ടി ലേഡിയാണ് ഈ പി റൊട്ടി ലേഡി. ഇവർക്ക് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷീസ് കൈൻഡ് ഓഫ് ഫേമസ്. അപ്പോൾ നമ്മൾ അവിടെ പോയി. അതേപോലെ ഈ റൊട്ടി എന്ന് പറയുന്നതും തായ്ലൻഡിൽ ട്രൈ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഒരു ചോക്ലേറ്റ് റൊട്ടിയും ഒരു കാരമൽ റൊട്ടിയുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോക്ലേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു, പക്ഷെ കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സെൻട്രൽ വേൾഡ് മോളിലാണ്. നമ്മൾ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് മോള് പോയി കണ്ടു വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഏകദേശം ഒരു 9 o'clock 9:30 ആയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ മോൾസും 10 മണിയാകുമ്പോൾ പൂട്ടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.